നമുക്ക് ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് തുടങ്ങാം. ഇപ്പോൾ ചായ കുടിച്ച് ചക്ക പൊളിക്കൽ മഹാമഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭയങ്കര ടാസ്ക് പിടിച്ച പണിയായി ചക്ക പൊളിക്കൽ. എന്നാലും ഞാൻ കുറേയൊക്കെ ചക്ക എനിക്കെന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ പൊളിച്ചിട്ട് ലോഡ് കിട്ടി വന്നപ്പോഴേക്കും കൊണ്ടുവന്ന ചക്കയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ചക്ക പൊളിക്കാനേ അറിയാൻ പറ്റില്ല. ഓരോരോ ഏതൊക്കെയോ ഒരു ഷേപ്പിൽ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചക്ക വിളവ് കാണാം. എല്ലാവരും ചക്ക പൊളിക്കുന്ന ഞങ്ങൾക്കും ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇത്രയും പൊളിച്ചത് ഇതേ നോക്കി, ഇത്രയും പൊളിച്ചേക്കാം. ഞാൻ മാത്രമല്ല ഇത്രയും പൊളിച്ച ഇടയ്ക്ക് ഞാൻ തിന്നുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പൊളിച്ചിട്ടേക്കണം. ഷേപ്പില്ലാതെയൊക്കെയാണ് പൊളിച്ചിട്ടേക്കണത്. ഇനി ഒരെണ്ണം കൂടെ പൊളിക്കാനുണ്ട്. ഇതൊക്കെ ഞാൻ പൊളിച്ചതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇനി ഇതെല്ലാം മുഴുവൻ തിന്നു. ഇനി ചക്കക്കുരു നമുക്ക് മാറ്റണേ. ചക്കക്കുരു മുഴുവനും എടുത്ത് മരണം മെഴുക്കുരുട്ടേക്ക് വയ്ക്കാമല്ലോ. പിന്നെ എന്തെങ്കിലും കറിയിലൊക്കെ ഇടാമല്ലോ ചക്കക്കുരുവൊക്കെ. അപ്പം ഇനി ഒരു ചക്കയും കൂടെ ഇരിപ്പുണ്ടേ. അപ്പോൾ അതും കൂടെ പൊളിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഇത് പൊളിക്കാൻ നേരത്ത് കരണ്ട് പോയി. കരണ്ട് പോയപ്പോൾ പിന്നെ ഫോൺ നിർത്തി. വെട്ടമില്ല. നമുക്ക് ഭയങ്കര മഴയായി ഇവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചക്കയും കൂടെ ഇരിപ്പുണ്ട്. അത് പച്ചയാണ്. അപ്പോൾ അത് പുഴുങ്ങാം, ചക്കപ്പുഴുക്കുണ്ടാക്കാം. അപ്പം നല്ല ചക്കയാണ്. ഞാൻ ഒരെണ്ണം തിന്ന് കാണിക്കാതെ. നല്ല ടേസ്റ്റാണ്. നല്ല വന്നിട്ടുണ്ട്. വരിക്കച്ചക്കയാണ്. നമുക്ക് മറ്റത് പച്ച, അപ്പം അത് പുഴുങ്ങാനായിട്ടാണ് വച്ചേക്കണത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം. ഇത് കണ്ടു, ഇത് മുഴുവനും നമ്മുടെ പശുവിനുള്ളതാണ്. പശു എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ പശുവാണ്, നമ്മുടെ വീട്ടിലില്ല. ഇത് ഞാൻ പൊളിച്ച് വെച്ചേക്കുവാണ്. ഇതൊക്കെ ഇത്ര ഇത് മുഴുവൻ പഴുത്തതാണ്. അവിടെ പാമോയിലാണ് അതിൻ്റെ അകത്തെ. പാമോയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് എണ്ണ കയ്യിൽ തൂക്കാനെടുത്താൽ മുതലാവത്തില്ല. അതുകൊണ്ട് ഞാൻ പാമോയിലാണ് കയ്യിൽ തൂക്കാനെടുത്തേക്കുന്ന കേസ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പശുവിനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിനി ടാസ്ക് എന്ന് പറയണത് ഈ ചക്കക്കുരു ഇങ്ങോട്ട് എടുക്കലാണ് ടാസ്ക്. കുറച്ച് നേരം കൊണ്ട് ഞാൻ എടുത്തോളാം എൻ്റെ ചക്കക്കുരു. അപ്പം മെഴുക്കുവരട്ടൊക്കെ വെച്ച് തിന്നുമ്പോൾ നല്ല സുഖമായിരിക്കും. അപ്പം ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൊളിക്കാം. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നണല്ലേ. എൻ്റെ ചുളയൊന്നും കാണില്ല. ഇതിൻ്റെ അകത്ത് പക്ഷെ നല്ല ചുളയുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിയാണ്. ഈ സൈഡ് ഫുൾ നല്ല ചുളയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ചുള കുറവാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മുറിക്കാം. ഞാൻ ഇപ്പോൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നേ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോക്കിക്കേ എന്ത് കാറ്റാന്ന് നോക്കിയേ. അയ്യോ ഭയങ്കര കാറ്റ്. ഇവിടെ മരമൊക്കെ പറഞ്ഞ് കറണ്ടൊന്നും ഇല്ലായിരുന്നേ. ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. അതായത് കാറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിക്കാൻ തൊട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവന് സ്നാക്സ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ വീട്ടിൽ വന്ന് സ്നാക്സും എല്ലാം മാറ്റി വെച്ച് ചക്കയിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് വെക്കണേ. അപ്പോൾ ഞാൻ എണ്ണ എടുത്തപ്പോൾ ഞാൻ ഓർക്കും എനിക്ക് തീം എണ്ണയ്ക്ക് എന്നാ വിലയാലേ. 1 കിലോ എണ്ണ മേടിച്ചതാണ്. ഞങ്ങൾ സാധാരണ മില്ലിൽ നിന്ന് മേടിക്കണമായിരുന്നു എണ്ണ. മേടിക്കാനുള്ള നിവൃത്തിയില്ലാത്തതാണ് മേടിച്ചത്. അതിന് പിന്നെ ഞാൻ പന്നിയൊക്കെ ഒന്ന് വരട്ടിയെടുത്ത് പിന്നെ കുറച്ച് ചൂര ഇരിപ്പുണ്ടായിരുന്നു, അത് വറുത്തെടുത്തേ. അതായത് ഞങ്ങൾ അവളുടെയും കൊച്ചിൻ്റെയും മുടി വെട്ടണമായിരുന്നേ. മുടി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെ മുട്ട അടിച്ചത്. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ. അപ്പോൾ അവൾ കാവിടത്തുള്ളി നടക്കുക കൂടെ മുടി വെട്ടണമെന്ന് അറിയാൻ മേലാതെ. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം വിട്ടുപോയി. അവൾ കരഞ്ഞതേ ഇല്ല. മൂത്തവൻ ഈ പ്രായത്തിൽ വെട്ടിപ്പോൾ കരഞ്ഞ ഭയങ്കര മകളായിരുന്നേ. പക്ഷെ ഇവൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവസാനമായപ്പോൾ അവൾ കരഞ്ഞു. അതവിടുന്ന് പോരണ്ടെന്നും പറഞ്ഞു.